ഹലോ ഓൾ വെൽക്കം ടു നാറ്റമി. നാറ്റമിയുടെ എക്സാം ഓറിയൻറ്റേഷൻ ലൈവ് ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു ലൈവ് ക്ലാസ് നമ്മൾ മുൻപ് ചെയ്തിരുന്നു. ഇത് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുടെ അടുത്ത ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലൈവ് ക്ലാസ് എക്സാം ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ് ആണ് അല്ലേ. നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതുപോലെ തന്നെയുള്ള എക്സാം ഓറിയൻറ്റഡ് ലൈവ് ക്ലാസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ചില പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ, അതിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു, അതിനെങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കൂ, നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ആസിഡ്സ്, ബേസസ് ആൻഡ് സാൾട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. NIOSന്റെ എക്സാമിന്, സെക്കൻഡറി എക്സാമിന് വരാവുന്ന സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് നോക്കാം. എന്താണ് ഈ ക്വസ്റ്റ്യൻസിൽ പറയുന്നത് എന്ന് നോക്കാം. What will happen if you add a drop of the following on a cut unripe apple, caustic soda solution and soap solution? അതായത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ തന്നിട്ടുള്ള ഇവയിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ തുള്ളി, ഏതെങ്കിലും ഒരു ഡ്രോപ്പ് എന്ത് ചെയ്യുന്നു, ഈ നൽകിയിട്ടുള്ളവയിൽ ആഡ് ചെയ്യുന്നു. ഒരു ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഒരു അൺറൈപ്പ് ആപ്പിൾ, അതായത് പഴുക്കാത്ത ആപ്പിൾ, അതായത് പഴുത്ത് പാകമാകാത്ത ആപ്പിൾ, അതിൻ്റെ ഒരു കഷ്ണം. അതുപോലെ നമുക്ക് കോസ്റ്റിക് സോഡ സൊല്യൂഷൻ ഉണ്ട്, സോപ്പ് സൊല്യൂഷൻ ഉണ്ട്. ഇതെല്ലാം നൽകിയിട്ടുണ്ട്. ഈ സോഡ സൊല്യൂഷനും അതുപോലെ തന്നെ സോപ്പ് സൊല്യൂഷനും ആപ്പിളും തന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തുള്ളി ഫിനോഫ്തലീൻ ഒഴിക്കുക, അല്ലെങ്കിൽ ലിറ്റ്മസ് ആഡ് ചെയ്യും. ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? അപ്പോൾ നോർമലി ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിലിപ്പോൾ എന്താ നമുക്ക് ചിന്തിക്കാം, ആൻസർ ചെയ്യാൻ മാത്രം എന്ത് ചിന്തിക്കുമ്പോൾ ഇതെങ്ങനെ ആൻസർ ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ പറയുന്ന ആസിഡ് ബേസ് റിയാക്ഷൻ അല്ലെങ്കിൽ ചില വസ്തുക്കൾ ആസിഡിൽ ഇൻഡിക്കേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇവിടെ ഈ നൽകിയിട്ടുള്ള ഫിനോഫ്തലീനും ലിറ്റ്മസും ഇൻഡിക്കേറ്റേഴ്സാണ്. അപ്പോൾ അത് ബേസ് സൊല്യൂഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, അതുപോലെ ആസിഡിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. അത് എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇതിന് ആൻസർ എന്തായിരിക്കും വരിക? ഒരു ഉദാഹരണത്തിന് ഫിനോഫ്തലീൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ, ആപ്പിളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, സോഡ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സോപ്പ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് നോക്കേണ്ടത്. നോക്കൂ, എന്ത് സംഭവിക്കുന്നു. ഫിനോഫ്തലീന് നമ്മൾ ആപ്പിളിലേക്ക് ആഡ് ചെയ്താൽ അതിന് യാതൊരുവിധ കളർ ചേഞ്ചും ഉണ്ടാവില്ല. ഓക്കെ, കളർലെസ് ഓൺ അൺറൈപ്പ് ആപ്പിൾ എന്ന് ആപ്പിളിലേക്ക് ആഡ് ചെയ്യുമ്പോൾ യാതൊരുവിധ കളർ ചേഞ്ചും ഉണ്ടാവുന്നു. എന്തുകൊണ്ടാണ് നോക്കൂ, ആപ്പിൾ എന്ന് പറയുന്നത്, ആപ്പിളിലുള്ളത് ആസിഡാണ് അല്ലേ, ആപ്പിളിലുള്ളത് ആസിഡാണ്. ആ ആസിഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിനോഫ്തലീൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ആഡ് ചെയ്താൽ അവിടെ യാതൊരു ചേഞ്ചും ഉണ്ടാവും, കളർ ചേഞ്ചും ഉണ്ടാവുന്നില്ല. പക്ഷേ നമ്മൾ സോഡ സൊല്യൂഷനിലേക്കോ അതുപോലെ കോസ്റ്റിക് സോഡ സൊല്യൂഷനിലേക്കോ സോപ്പ് സൊല്യൂഷനിലേക്കോ ആഡ് ചെയ്യുമ്പോൾ, കോസ്റ്റിക് സോഡ സൊല്യൂഷനോ അല്ലെങ്കിൽ നമ്മുടെ സോപ്പ് സൊല്യൂഷൻ, അതിലേക്ക് ഈ പറയുന്ന ഫിനോഫ്തലീൻ ആഡ് ചെയ്താൽ അതെന്ത് സംഭവിക്കും? പിങ്ക് കളറായിരിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഫിനോഫ്തലീൻ ഒരു ആസിഡ് സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്താൽ അവിടെ കളർ ഉണ്ടാകുന്നില്ല, ചേഞ്ച് ഉണ്ടാകുന്നില്ല. പക്ഷേ ഫിനോഫ്തലീൻ ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് നമുക്കറിയാം. ഫിനോഫ്തലീൻ ഒരു കോസ്റ്റിക് സോഡ സൊല്യൂഷനിലേക്കോ സോപ്പ് സൊല്യൂഷനിലേക്കോ ആഡ് ചെയ്താൽ അവിടെ പിങ്ക് കളറാവും. കാരണം ഈ സോപ്പ് സൊല്യൂഷൻ എന്ന് പറയുന്നത്, കോസ്റ്റിക് സോഡ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസാണ്. ബേസിലേക്കാണ് നമ്മുടെ ഫിനോഫ്തലീൻ ആഡ് ചെയ്യുന്നത് എങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? എന്താണ് സംഭവിക്കുന്നത്? അവിടെ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്ന റിയാക്ഷൻ നടന്ന് അത് പിങ്ക് കളർ ആകുന്നു. അപ്പോൾ ഈ പിങ്ക് കളർ നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. നമ്മുടെ വിജിലൻസ് എന്ന് പറയുന്ന വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ, അവർ നമ്മുടെ അഴിമതിയും കൈക്കൂലിയും മറ്റ് കേസുകളൊക്കെ പിടിക്കാനുള്ള ഒരു ഏജൻസിയാണ്. അവർ ഈ കൈക്കൂലി നൽകിയ ആൾക്കാരുടെ കൈ എങ്ങനെയാണ് അവർ തെളിയിക്കുന്നത്? ഇവർ നൽകിയ നോട്ടിൽ എന്ത് പുരട്ടിയിട്ടുണ്ടാവും, ഫിനോഫ്തലീൻ്റെ ഇത് നൽകിയിട്ടുണ്ടാവും. അതവർ എന്ത് ചെയ്യുന്നു, അവരുടെ ഒരു ബേസ് സൊല്യൂഷനിലേക്ക് നമ്മളെ ആ പൊടി തട്ടിയിട്ടുള്ള കൈ എന്ത് ചെയ്യുന്നു, ബേസ് സൊല്യൂഷനിലേക്ക് വെക്കുമ്പോൾ അത് പിങ്ക് കളറാവും. ഓക്കെ, അങ്ങനെയാണ് ഇത് ഈ റിയാക്ഷൻ വഴി ഇത് തെളിയിക്കുന്നത്, അവരെ പിടിക്കുന്നത് അങ്ങനെയാണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഫിനോഫ്തലീൻ്റെ കേസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി ലിറ്റ്മസ് ഉണ്ട്. അപ്പോൾ ലിറ്റ്മസ് എന്ത് ചെയ്യുന്നു എന്ന് നോക്കണം. ഓക്കെ, ലിറ്റ്മസ് എന്ത് ചെയ്യുന്നു? അതായത് ബ്ലൂ ലിറ്റ്മസ് ആണ്. ബ്ലൂ ലിറ്റ്മസ് റെഡ് ഓൺ അൺറൈപ്പ് ആപ്പിൾ, അതായത് ആസിഡ് അടങ്ങിയിട്ടുള്ള ആപ്പിളിലേക്ക് വെക്കുമ്പോൾ ആ ബ്ലൂ ലിറ്റ്മസ് എന്തായിട്ട് മാറുന്നു? റെഡ് ലിറ്റ്മസ് ആയിട്ട് മാറുന്നു. ആൻഡ് ബ്ലൂ ഇൻ സൊല്യൂഷൻസ് ഓഫ് കോസ്റ്റിക് സോഡ ആൻഡ് സോപ്പ് സൊല്യൂഷൻ. പക്ഷേ ബേസസ് അടങ്ങിയിട്ടുള്ള കോസ്റ്റിക് സോഡ സൊല്യൂഷനിലേക്കും ഇതിലേക്കും നൽകുമ്പോൾ അതിന് ബ്ലൂ കളറാണ് കാണിക്കുന്നത്. ഓക്കെ, അവിടെ റെഡ് അല്ല, ബ്ലൂ കളറാണ് കാണിക്കുന്നത്. അതാണ് ലിറ്റ്മസിൻ്റെ കേസ്. അപ്പോൾ ലിറ്റ്മസും അതുപോലെ ഫിനഫ്തലീനും ഒരു എന്താണെന്ന് മനസ്സിലാക്കണം, ഒരു ഇൻഡിക്കേറ്റർ ആണെന്നും ആസിഡിലും ബേസിലും എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കണം. അപ്പം ഇതുപോലെ വരാവുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതുകൂടി ശ്രദ്ധിക്കണം. അത് മീഥൈൽ ഓറഞ്ചുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മീഥൈൽ ഓറഞ്ച് ഇവയിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മീഥൈൽ ഓറഞ്ച് എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണെന്നും അത് ആസിഡിലും ബേസിലും എന്ത് റിയാക്ഷൻ ആണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചാൽ ആ ആൻസർ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാമെന്നുള്ളൊരു സൂചന മാത്രമാണ് ഞാനിപ്പോൾ നൽകിയിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, ആസിഡുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. നെയിം ദ സബ്സ്റ്റൻസസ് ഇൻ വിച്ച് ദ ഫോളോയിങ് ആസിഡ്സ് ആർ പ്രസന്റ്. ഈ പറയുന്ന ആസിഡുകൾ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ അവയുടെ പേര് പറയാനാണ്. എന്ന് വെച്ചാൽ എഥനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഏത് വസ്തുവാണോ ഉള്ളത് എന്നും ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഏത് വസ്തുവാണോ ഉള്ളത് എന്നും സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഏത് വസ്തുവാണോ ഉള്ളത് എന്നുമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഒട്ടുമിക്ക വസ്തുക്കളിലും ആസിഡ് ഓർ ബേസസ് ഉണ്ട്. ഓക്കെ, അതിൻ്റെ അളവുകൾ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. നമുക്ക് ദോഷമില്ലാത്ത തരത്തിലായിരിക്കും ഒട്ടുമിക്ക ഫുഡിലും ഉണ്ടാവുക. അപ്പോൾ എഥനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഏത് വസ്തുവാണ് ഉള്ളത് എന്ന് നോക്കുക. അപ്പോൾ എഥനോയിക് ആസിഡ് ഒരു ആസിഡാണ്, അത് ഏത് വസ്തുവിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നാണ് നോക്കേണ്ടത്. എന്താണ് ആൻസർ? എഥനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ വിനെഗറിലാണ്, നമ്മുടെ വിനാഗിരി എന്ന് പറയും. ഓക്കെ, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിനാഗിരിയിലാണ് എന്ത് നൽകിയിട്ടുള്ളത്? നമ്മുടെ എഥനോയിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. നോക്കൂ, ടാർട്ടാറിക് ആസിഡ് നമ്മുടെ ടാമരിൻഡിലാണ്, നമ്മുടെ പുളിയിലാണ് ടാർട്ടാറിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ നോക്കൂ, സിട്രിക് ആസിഡ് നമുക്ക് സ്ഥിരമായിട്ട് പരിചയമുള്ള ഒരു വസ്തുവിലാണ്. ലെമൺ ജ്യൂസ്, നമ്മുടെ നാരങ്ങയിൽ അതിൻ്റെ ജ്യൂസുകളിലൊക്കെ സിട്രിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ ചെറിയ മൈന്യൂട്ട് ലെവലിലായതുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, അതിലൊരു ടെൻഷനോ അതിന് ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. ഓക്കെ, ഇത് ഹയർ ലെവലാണെങ്കിൽ നമുക്ക് ബോഡിയിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ആസിഡിൻ്റെ റിയാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. എൻ ആസിഡ് റിയാക്ട് വിത്ത് എ സബ്സ്റ്റൻസ് സെറ്റ്. ഒരു ആസിഡ് എന്ത് ചെയ്യുന്നു? റിയാക്ട് ചെയ്യുന്നു സെറ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ്. അപ്പോൾ ആ സെറ്റ് എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നൽകിയിട്ടില്ല. വിത്ത് ദ ലിബറേഷൻ ഓഫ് CO2 ഗ്യാസ്. ഈ പറയുന്ന ആസിഡ് സെറ്റ് എന്ന് പറയുന്ന വസ്തുവുമായിട്ട് കൂടിച്ചേർന്നപ്പോൾ ലിബറേഷൻ ഓഫ് CO2 ഗ്യാസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. ലിബറേഷൻ ഓഫ് CO2 ഗ്യാസ് എന്ന് വെച്ചാൽ CO2 ഗ്യാസ് പുറപ്പെടുവിക്കുന്നു. ഈ റിയാക്ഷൻ നടക്കുമ്പോൾ പുറത്തു വരുന്നത് CO2 ഗ്യാസാണ്. വാട്ട് ക്യാൻ ബി ദ നേച്ചർ ഓഫ് സെറ്റ്? ആ സെറ്റിൻ്റെ ഏത് സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള വസ്തുവായിരിക്കും സെറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് അതിൽ പറയാനുള്ളത്? ഒരു ആസിഡാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത് ഒരു വസ്തുവുമായിട്ട്. ആസിഡ് ഒരു വസ്തുവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CO2 പുറത്തു വരണമെങ്കിൽ അവിടെ ഉണ്ടാകേണ്ടത് അതൊന്നുകിൽ മെറ്റൽ കാർബണേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആയിരിക്കും. ഒന്നുകിൽ മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ്. ശ്രദ്ധിക്കുക, ഒന്നുകിൽ അത് മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ അത് ഹൈഡ്രജൻ കാർബണേറ്റ്. എന്തുകൊണ്ടാണ് ഇത് പറയാനുള്ള കാരണം? നമുക്കൊരു റിയാക്ഷൻ ശ്രദ്ധിക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഞാനിത് എടുക്കുന്നത് ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം, ശ്രദ്ധിക്കേണ്ട കേസാണ്. അതായത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് നൽകിയിട്ട് നിങ്ങളോട് എന്ത് ചെയ്യാം, ഇത് ബ്ലാങ്ക് ആക്കി തരാം. എന്നിട്ട് ഇവിടെ ഇത് മാത്രം നൽകിയിട്ട് തരാം. ഒരു ആസിഡാണ്, അല്ലെങ്കിൽ ആസിഡ് ഒരു വസ്തുവുമായിട്ട് കൂടിച്ചേരുമ്പോൾ മെറ്റൽ കാർബണേറ്റുമായിട്ട് കൂടിച്ചേരുമ്പോൾ നമ്മുടെ CO2 ഗ്യാസ് പുറപ്പെടുവിക്കുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഒന്നുകിൽ ഇത് രണ്ടും തരാം, ഇവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണെന്ന് ചോദിക്കാം. അപ്പോൾ ഒരു ആസിഡ് മെറ്റൽ കാർബണേറ്റുമായി കൂടിച്ചേരുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഗ്യാസ് ഏതാണ്? CO2 ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്.
ഹൈഡ്രജൻ കാർബണേറ്റ് ആസിഡുമായിട്ട് കൂടിച്ചേരുമ്പോഴും പുറത്തു വരുന്ന എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഈ രീതിയിലും നമ്മളോട് ചോദിക്കുക. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ, അതായത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആസിഡ് ഒരു വസ്തുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CO2 ഗ്യാസ് പുറത്തു വന്നാൽ അതൊന്നുകിൽ മെറ്റൽ കാർബണേറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആയിരിക്കും. അത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിന്ന് പല രൂപത്തിൽ ക്വസ്റ്റ്യൻസ് വരാം. ഒന്നുകിൽ നമ്മുടെ ഇത് ബ്ലാങ്ക് ആക്കിയിട്ട് തരാം. അപ്പോൾ ഒരു ആസിഡ് ഒരു വസ്തുവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CO2 ഗ്യാസ് ഉണ്ടായി എന്ന് ചോദിക്കും. അപ്പോൾ നമുക്കത് മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ്. ഇനി ഒരു മെറ്റൽ കാർബണേറ്റ് ആസിഡുമായിട്ട് കൂടിച്ചേരുമ്പോൾ എന്ത് ഗ്യാസ് വരുന്നു എന്നുള്ള ചോദ്യത്തിൽ, അല്ലെങ്കിൽ ഹൈഡ്രജൻ കാർബണേറ്റ് ആസിഡുമായി കൂടിച്ചേരുമ്പോൾ എന്ത് ഗ്യാസ് വരുന്നു എന്നുള്ള ചോദ്യം. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരാം. ഇനി ഇതുപോലെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ ആസിഡിന്റെ റിയാക്ഷൻ തന്നെയാണ് അല്ലെ. ആസിഡ് റിയാക്ട്സ് വിത്ത് എ സബ്സ്റ്റൻസ് എക്സ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, വിത്ത് ദ ലിബറേഷൻ ഓഫ് എ ഗ്യാസ് വിച്ച് ബേൺസ് വിത്ത് എ പോപ്പ് സൗണ്ട് when burning matchstick is brought near it. അതായത് ഒരു ആസിഡ് ഒരു വസ്തുവുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ ഒരു ഗ്യാസ് വരുന്നു. ആ ഗ്യാസിനടുത്തേക്ക് ഒരു തീപ്പെട്ടി കത്തിച്ച് കാണിച്ചപ്പോൾ അതൊരു ഒരു പൊട്ടൽ ശബ്ദത്തോടു കൂടി കത്തി എന്നാണ്. ഒരു പൊട്ടൽ ശബ്ദം ഉണ്ടായി, പോപ്പ് സൗണ്ട് ഉണ്ടായി. അങ്ങനെയെങ്കിൽ ആ വസ്തുവിൻ്റെ സ്വഭാവം ഏത് തരത്തിലുള്ള വസ്തുവാണ് എന്നാണ്. ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തൊരു ഗ്യാസ് പുറത്തു വരികയും അത് തീപ്പെട്ടി കൊള്ളി കത്തിച്ച് കാണിക്കുമ്പോൾ ഒരു പൊട്ടൽ ശബ്ദം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചോളൂ, അതൊരു മെറ്റൽ ആയിരിക്കും. ഇറ്റ് മസ്റ്റ് ബി എ മെറ്റൽ. അതായത് ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ ഗ്യാസ് ഉണ്ടാകുന്നു. ഓക്കെ, ആ ഗ്യാസിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാച്ച് സ്റ്റിക്ക് വെച്ചാൽ അതൊരു കത്തും അല്ലേ, അല്ലെങ്കിൽ ഒരു ശബ്ദം ഉണ്ടാക്കി കത്തും. അങ്ങനെയെങ്കിൽ ആ ഗ്യാസ് ഏതാണെന്ന് കൂടി ഓർക്കേണ്ടതുണ്ട്. ആ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അതായത് ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഉണ്ടാകുന്നത്. അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് സാധാരണ ചോദിക്കാറുള്ളത്. ഓക്കെ, ആസിഡ് എന്ത് ചെയ്യുന്നു? മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ ആസിഡ് എന്ത് ചെയ്യുന്നു? കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള റിയാക്ഷൻ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇനി അതല്ലാതെ ഡെഫിനിഷൻ ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് വരാം. ഒരു ഉദാഹരണത്തിന് നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ആസിഡ് റെയിൻ എന്നാണ്. ആസിഡ് റെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഡെഫിനിഷനാണ്. വെൻ ദ pH ഓഫ് എ റെയിൻ വാട്ടർ ഫോൾസ് ബിലോ 5.6 ഇറ്റ് ഈസ് കോൾഡ് ആസിഡ് റെയിൻ. നമുക്കറിയാം നമ്മുടെ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത് pH 7 ആണ് അതിൻ്റെ pH. ആസിഡും അല്ല ആൽക്കലി അല്ല, പ്യുവർ വാട്ടർ. ഇനി നമ്മൾ മഴവെള്ളം വരുന്നു. ആ മഴവെള്ളം പല കാരണങ്ങൾ കൊണ്ടും അതിൻ്റെ അസിഡിറ്റി ലെവൽ അല്ലെങ്കിൽ pH ലെവൽ 5.6 താഴെയാണെങ്കിൽ, ബിലോ 5.6 എന്ന്, അത് 5.6 താഴെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന ആ റെയിൻ വാട്ടർ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ആസിഡ് റെയിൻ എന്നാണ്. വെൻ ആസിഡ് റെയിൻ ഫ്ലോസ് into river, the pH of the river also falls and it become acidic. As a result, the survival of aqua. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആസിഡ് റെയിൻ ഡേഞ്ചർ ആകുന്നത് എന്ന് നമ്മളോട് ചോദിച്ചേക്കാം. അവിടെ നമ്മൾ പറയേണ്ട ആൻസർ, നമ്മുടെ ആസിഡ് റെയിൻ അത് പുഴയിലേക്കോ കുളത്തിലേക്കോ വരികയാണെങ്കിൽ ആ വെള്ളത്തിൻ്റെയും pH മാറുന്നു. അത് ഈ പറയുന്ന 5.6 എത്തുമ്പോൾ അതും അസിഡിക് ആയിട്ട് മാറുന്നു. ഈ അസിഡിക് ആയിട്ടുള്ള വാട്ടറിൽ നമ്മുടെ അക്വാട്ടിക് ആനിമൽസിന് ജീവിക്കാൻ സാധ്യമല്ല. ഫിഷ് പോലെയുള്ള അക്വാട്ടിക് ആനിമൽസിന് ജീവിക്കാൻ സാധ്യമല്ല, പ്ലാന്റ്സിന് ജീവിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നശിച്ചു പോകുന്നു. അങ്ങനെ ഒരു ഡേഞ്ചർ കേസ് ഇവിടെയും വരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യംസാണ് നമ്മുടെ ആസിഡ്സ് ബേസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ വരുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. അപ്പോൾ ഫോഴ്സ് ആൻഡ് മോഷൻ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക് നമുക്ക് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഇതിൽ ചില പ്രോബ്ലംസ് ആണ് സാധാരണയായിട്ട് വന്ന് പോകുന്നത്. അപ്പോൾ ചില മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് ഉപയോഗിക്കാനുള്ളത്. നമുക്ക് ആദ്യം അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇത് വരുന്നത് എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ചില ക്വസ്റ്റ്യൻ നമ്മുടെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട്, ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ചില പ്രോബ്ലംസ് വരാറുണ്ട്.
അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വൈ ഡു വി ഫോൾ ഫോർവേഡ് വെൻ എ മൂവിങ് ബസ് സ്റ്റോപ്പ് സഡൻലി? അതായത് നമ്മളൊരു ബസ്സിൽ പോവാണ്. ആ ബസ്സിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, നല്ല അത്യാവശ്യം സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ബസ് ബ്രേക്ക് പിടിച്ചു എന്ന് കരുതുക. പെട്ടെന്ന് ബസ് ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ മുന്നോട്ട് ആയുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ ആ ബസ് സഞ്ചരിക്കുമ്പോൾ നമ്മളവിടെ അനങ്ങുന്നില്ല, ആ ബസ്സാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ മുന്നോട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് നമ്മുടെ ഇനർഷ്യയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഡ്യൂ ടു ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്നാണ് പറയുന്നത്. ഡ്യൂ ടു ഇനർഷ്യ ഓഫ് റെസ്റ്റ് വെൻ വി ഷേക്ക് ദ ക്ലോത്ത് ദ വാട്ടർ റിമെയിൻസ് ഇൻ ഇറ്റ്സ് പൊസിഷൻ ആൻഡ് കംസ് ഔട്ട്. അതായത് ഇനർഷ്യ ഓഫ് റെസ്റ്റും ഇനർഷ്യ ഓഫ് മോഷനും ഉണ്ട്. ഇത് രണ്ട് തരത്തിലുള്ള ചോദ്യം വരാം. ഇനിയിപ്പോൾ ബസ്സുമായി ബന്ധപ്പെട്ട അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത ചോദ്യത്തിൽ എന്തായിരിക്കും അത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മളൊരു ബസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ബൈക്കിൽ നമ്മൾ ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ വാഹനം മുന്നോട്ട് എടുക്കുമ്പോൾ നമ്മൾ പിറകിലോട്ടാണ് പോകുന്നത്, അല്ലേ? അത് ഇനർഷ്യ ഓഫ് മോഷൻ ആണ് അവിടെ കാണിക്കുന്നത്. ഇത് ഇനർഷ്യ ഓഫ് റെസ്റ്റ് ആണ്. ഓക്കെ, ഇതാണ് കാണിക്കുന്നത്. ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? നമുക്കൊരു ടെൻഡൻസി വരികയാണ്. അതായത് ഇപ്പോൾ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ബോഡിക്കുള്ള ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ മുന്നോട്ട് പോകാനാണ്. പക്ഷെ ബസ് അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് പോകുന്നത്. ഇനി നേരത്തെ ബസ് പെട്ടെന്ന് നിർത്തുന്ന കേസിലും ഇത് തന്നെയാണ്. അപ്പോൾ ഇനർഷ്യ ഓഫ് റെസ്റ്റ് എന്നുള്ള ഈ ഒരു വാക്ക് വരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് വന്നാൽ നമുക്ക് മാർക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫോഴ്സ് ഓഫ് 50 ന്യൂട്ടൺ എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 3 കിലോമീറ്റർ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരുന്നു. ഈ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് വരുന്ന ഇത്തരം ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ആദ്യം ഇത് തമ്മിലുള്ള ബന്ധമുള്ള ഇക്വേഷൻ ഏതാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒന്ന് ആക്സിലറേഷൻ, ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ആക്സിലറേഷൻ നമ്മൾ ഇംഗ്ലീഷിൽ അത് സൂചിപ്പിക്കുന്നത് എ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. നമുക്ക് ആക്സിലറേഷൻ ആണ് ചോദിച്ചിട്ടുള്ളത്, അല്ലേ? നമുക്ക് നൽകിയിട്ടുള്ളത് എന്താണ്? ഫോഴ്സ് എത്രയാണ്? 15 ന്യൂട്ടണാണ്. ഓക്കെ, അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് അത് എത്രയാണ്? 3 kg ആണ്. ഇവിടെ തന്നിട്ടുള്ളത് 3 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിൽ 15 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ അതിനുണ്ടാകുന്ന ആക്സിലറേഷൻ എത്രയാണ് എന്നാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. ഏതാണ് ഇക്വേഷൻ? ഒന്ന് ആലോചിച്ച് നോക്കൂ. യെസ്, എഫ് ഇസിക്കൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതായത് ഫോഴ്സ് ഇസിക്കൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്ന ഇക്വേഷൻ. ഫോഴ്സ് ഇസിക്കൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? അത് 15 ആണ്. മാസ് 3 ആണ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഉത്തരം എങ്ങനെ കണ്ടെത്താം? നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നും ഇങ്ങനെ നമുക്ക് ഏതാ ആക്സിലറേഷൻ അല്ലേ, എ ഇസിക്കൽ ടു എഫ് ബൈ എം എന്ന് എഴുതാം. എ ഇസിക്കൽ ടു എഫ് ബൈ എം, കാരണം എഫ് ഇസിക്കൽ ടു എം എ എന്നാണ്. അതിൽ നിന്നും ആക്സിലറേഷൻ മാത്രം കാണാനാണെങ്കിൽ എഫ് ബൈ എം ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കാണാൻ എ നമുക്ക് അറിയില്ല, അല്ലേ? അതാണ് കണ്ടത്. എഫ് 15 ആണ്, എം 3 ആണ്. 15/3 എന്ന് പറയുമ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ്. ഇത്ര നമുക്ക് കിട്ടിയത് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമുക്ക് കിട്ടി. നോക്കൂ, ഇതാണ് നമുക്കിത് കാണേണ്ട ഇക്വേഷൻ. ഈ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചിലപ്പോൾ മാറ്റിയിട്ടും തരാം. അതായത് ഫോഴ്സ് കാണണം, മാസും ആക്സിലറേഷനും തരും, ആ രൂപത്തിലും തരാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്. ഞാനിവിടെ നമുക്ക് തരികയാണ് ഒരു 7 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു. അതിൽ ആക്സിലറേഷൻ ആ വസ്തുവിനുണ്ടായ അതിലൊരു ഫോഴ്സ് കൊടുത്തപ്പോൾ ആ വസ്തുവിനുണ്ടായ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 4 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് എത്രയാണ്? അപ്പോൾ എഫ് ഇസിക്കൽ ടു എം എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. 7 × 4 ആണ്, 28 ന്യൂട്ടൺ ആണ് ആൻസർ വരിക. ഓക്കെ, ഈ രൂപത്തിലും ചെയ്യാം. ഇനി മറ്റൊരു പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ. ഏതാണ് ക്വസ്റ്റ്യൻ? വാട്ട് ഫോഴ്സ് ആക്സിലറേറ്റ് 50 കിലോഗ്രാം മാസ് അറ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ?
5 m/s² എന്ന് പറയുന്ന ഈ ആക്സലറേഷൻ, ഇത് ആക്സലറേഷനാണ്, ഇത് അവിടുത്തെ മാസാണ്, 50 കിലോഗ്രാം മാസാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്, 50 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ 5 m/s² എന്ന് പറയുന്ന ആക്സലറേഷൻ കൊടുക്കണമെങ്കിൽ എത്ര ഫോഴ്സ് കൊടുക്കണം, എന്ത് ഫോഴ്സ് കൊടുക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ, ആ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. എന്ത് ചെയ്യാം, F = ma എന്ന് പറയാം. F = ma. F ആണ് കാണേണ്ടത്. മാസ് ഇവിടെ 50 തന്നിട്ടുണ്ട്, 50 × 5 ആണ്, 25 ആണ്, സോറി 250 ആണ്, 25 250 ആണ്. ഓക്കെ, അപ്പോൾ F = 250, സോറി ഇവിടെ നമുക്ക് ന്യൂട്ടൺ, ഫോഴ്സിൻ്റെ ന്യൂട്ടൺ 250 ന്യൂട്ടൺ. ക്ലിയർ അല്ലേ? വളരെ സിമ്പിളാണ് അല്ലേ? ഇനി ഇതിൻ്റെ പകരം നമുക്ക് ഫോഴ്സ് ഒരു 30, സോറി മാസ് ഒരു 30 ആണ്, മാസ് 30 ആണ് എന്ന് വിചാരിക്കുക, 30 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ എത്രയാണ്, ഒരു 6 ആണ് എന്ന് വിചാരിക്കുക, 6 m/s². അങ്ങനെയാണെങ്കിൽ F = ma എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. F = ma എന്ന് പറയുമ്പോൾ 30 × 6 ആയിരിക്കും, 180 ന്യൂട്ടനാണ്. ക്ലിയർ അല്ലേ? ഇത്രയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ട ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലുള്ള പ്രോബ്ലംസിന് നമുക്ക് ഈ രൂപത്തിലുള്ളത് ചെയ്താൽ, ഇങ്ങനെ ഈ പറയുന്ന F = ma എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. ഇതുപോലെയുള്ള പ്രോബ്ലംസ് വരുന്ന മറ്റൊരു മേഖലയുണ്ട്, ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. ഈ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾക്കെല്ലാം കണ്ട് പരിചയിച്ച ഒരു മേഖലയാണ്. അപ്പോൾ ഇവിടെ നിന്നും ഉണ്ടാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു വസ്തുവും ഭൂമി അതിലേക്ക് വലിച്ച് അടുപ്പിക്കുന്നു എന്നറിയാം. അതിൻ്റെ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ആ ഫോഴ്സ് എല്ലാ വസ്തുക്കളെയും പരസ്പരം ആകർഷിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. എന്താണ്, why do two students sitting close to each other not feel force of gravitational attraction between them? രണ്ട് കുട്ടികൾ അടുത്തടുത്ത് ഇരിക്കുമ്പോൾ അവർ തമ്മിൽ എന്ത് തോന്നുന്നില്ല, നമ്മുടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അവരെ അട്രാക്ട് ചെയ്ത് അല്ലെങ്കിൽ പരസ്പരം ആകർഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഇത് എന്തുകൊണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് എക്സ്ട്രീംലി വീക്ക്. അത് വളരെ വീക്കായിട്ടുള്ളൊരു ഫോഴ്സാണ്. അതായത് സ്ട്രോങ് ഫോഴ്സ് ഉണ്ട്, വീക്ക് ഫോഴ്സ് ഉണ്ട്. നമുക്ക് അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി വീക്കാണ്, വളരെ വീക്കായിട്ടുള്ളൊരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ദെയർഫോർ സ്മോൾ മാസസ് ഡു നോട്ട് അട്രാക്ട് ഈച്ച് അതർ ഡ്യൂ ടു ദിസ് ഫോഴ്സ്. അതായത് ഈ ഫോഴ്സിനെ സംബന്ധിച്ച് ഈ പറയുന്ന കുട്ടികൾ അല്ലെങ്കിൽ വലിയവർ എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയ ഫോഴ്സാണ്, വളരെ ചെറിയ ഒബ്ജക്റ്റാണ്. അതുകൊണ്ട് തന്നെ അവയിൽ ഒരിക്കലും ഈ പറയുന്ന ഫോഴ്സ് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ഓക്കെ, ആദ്യം മനസ്സിലാക്കേണ്ടത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്ക് ഫോഴ്സ് ആണ് എന്നുള്ള കാര്യമാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത് നോക്കൂ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ് ഈസ് ഇൻക്രീസ്ഡ് ബൈ എ ഫാക്ടർ ഓഫ് 4. How much will be the change in the force of gravitation? രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം 4 മടങ്ങാക്കി വർദ്ധിപ്പിച്ചു. അങ്ങനെയെങ്കിൽ അവക്കിടയിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്ര കണ്ട് മാറിയിട്ടുണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു ഇക്വേഷൻ, നമ്മൾ ഇത് നോക്കേണ്ടത് ഏത് ഇക്വേഷനുമായിട്ടാണ്, F = Gm1m2/r² എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ചോദ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഈ R എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും, F ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² എന്നാണ് അല്ലേ. as the force of gravitation is inversely proportional to the square of the distance between two bodies. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരത്തിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് 4 ടൈംസ് ആക്കിയാൽ എന്താണ് സംഭവിക്കുക, ഫോഴ്സ് 4 ടൈംസ് ആക്കിയാൽ
അവയുടെ ഡിസ്റ്റൻസ് 4 ടൈംസ് ആക്കിയാൽ, മൈ മിസ്റ്റേക്ക്, ഓക്കെ, അവക്കിടയിലുള്ള ഡിസ്റ്റൻസ് 4 ടൈംസ് ആക്കിയാൽ ഫോഴ്സിന് എന്ത് സംഭവിക്കുന്നതാണ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്തോറും ഫോഴ്സ് കുറയുകയാണ് ചെയ്യുക. അതും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഓക്കെ, ആ ഒരു വ്യത്യാസം ശ്രദ്ധിക്കണം. അപ്പോൾ ഡിസ്റ്റൻസ് എന്ത് ചെയ്തു, 4 ടൈംസ് വർദ്ധിപ്പിച്ചു, നമ്മുടെ ഫോഴ്സ് എന്ത് ചെയ്യും, അതിനനുസരിച്ച് കുറയും. എങ്ങനെയാണ് കുറയുക? ഓൾ റൈസ് ടു r² അല്ലേ, അതായത് പ്രൊപ്പോർഷണൽ ടു 1/4² ആയിരിക്കും വരിക. അപ്പോൾ 1/16 ടൈംസ് എന്ത് ചെയ്യുന്നു, ഇത് കുറയുന്നു. 1/16 ടൈംസ് ഇത് കുറയുന്നു എന്ന് വെച്ചാൽ നിലവിലുള്ള 2 വസ്തുക്കൾ അവ തമ്മിലുള്ള ദൂരം, ഈ ദൂരത്തിൽ നിൽക്കുന്ന വസ്തുക്കൾ അനുഭവപ്പെടുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈ വസ്തുക്കൾ 4 മടങ്ങ്, ഇവക്കിടയിലുള്ള ഡിസ്റ്റൻസ് 4 മടങ്ങിയാക്കിയാൽ ഇവ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1/4, നേരത്തെ ഉണ്ടായിരുന്ന ഫോഴ്സിൻ്റെ 1/16 ആയിരിക്കും, 16 മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഇവിടെ അനുഭവപ്പെടും. ഇതാണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വൈ ജി ഈസ് നോൺ ആസ് ദ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. അപ്പോൾ നമ്മൾ ഇത് പറയണമെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഇതിൽ ഈ പറയുന്ന ജി എന്ന് പറയുന്നത് അതാണ് യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് എന്ന് പറയും. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയും. ഓക്കെ, ആ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഭൂമിയിൽ എല്ലായിടത്തും, അതില്ലെങ്കിൽ എല്ലായിടത്തും, ഭൂമിയിൽ എല്ലായിടത്തും എന്തായിരിക്കും, തുല്യമായിരിക്കും എന്നാണ്. അപ്പോൾ ജി എന്ന് പറയുന്നത് 6.67 × 10⁻11 ആയിരിക്കും അതിൻ്റെ വാല്യൂ. അതെല്ലായിടത്തും സെയിം ആയിരിക്കും. ദ വാല്യൂ ഓഫ് ജി ഈസ് സെയിം എവരിവെയർ ഓൺ ദ എർത്ത് ഓർ ഇൻ ദ യൂണിവേഴ്സ്. Therefore, G is known as universal gravitational constant. ആ ജിയുടെ വാല്യൂ ഒരു നിലക്കും മാറുന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കും. ഇതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അടുത്തത് നോക്കൂ. Why do a heavier and lighter object when dropped from a same height fall at the same rate? എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? 2 വസ്തുക്കൾ ശ്രദ്ധിക്കേണ്ടത്, 2 വസ്തുക്കൾ, അതായത് ഒന്ന് ഭാരമുള്ള വസ്തുവും ഒന്ന് ഭാരം വളരെ കുറഞ്ഞ വസ്തുവും, ഇത് രണ്ടും ഒരേ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്താൽ രണ്ടും ഒരേ സമയത്ത് തന്നെ താഴെ എത്തുന്നതിന് കാരണമെന്ത്? ഇവിടെ നിങ്ങൾക്കൊരു സംശയം തോന്നും, എങ്ങനെയല്ലല്ലോ, ഭാരമുള്ള വസ്തുക്കൾ താഴെ നേരത്തെ വരുമല്ലോ, കുറവുള്ള വസ്തുക്കൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ എത്തുള്ളൂ എന്ന്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ കൺസെപ്റ്റ് വരുന്നത് വാക്വത്തിലാണ്. എന്ന് വെച്ചാൽ എയറിൻ്റെ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഒരു മീഡിയത്തിലാണ് ഇത് രണ്ടും ഒരേപോലെ വരുന്നത്. ഇനി ഇവിടെ എയർ ഉണ്ട് എന്ന് വിചാരിക്കുക. എയർ ഉണ്ടെങ്കിൽ ഈ എയറിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ലൈറ്റർ ഒബ്ജക്റ്റ് ഇങ്ങോട്ട് എത്താൻ കുറച്ച് ടൈം പിടിക്കും. ഓക്കെ, പക്ഷെ കൺസെപ്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വാക്കത്തിലാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ, ഈ ഒരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ രണ്ടും ഒരേ സമയത്തായിരിക്കും വരിക. കാരണം എന്താണ്? ഇത് വീഴാനുള്ള കാരണം നമ്മുടെ ഗ്രാവിറ്റിയാണ്. അപ്പോൾ ഗ്രാവിറ്റി എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെയാണ്. ബിക്കോസ് ദ ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈസ് സെയിം ഫോർ ബോത്ത് ഹെവി ആൻഡ് ലൈറ്റ് ഒബ്ജക്റ്റ്. ഭാരമുള്ള വസ്തുക്കൾക്കും ഭാരം കുറഞ്ഞ വസ്തുക്കൾക്കും ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതായിരിക്കും. ഓക്കെ, അതായത് ഗ്രാവിറ്റി നമ്മൾ യഥാർത്ഥത്തിൽ എത്രയാണ്? G = 9.8 m/s². ഇതാണ് ഗ്രാവിറ്റി. ഇതെല്ലാ വസ്തുക്കൾക്കും സെയിം ആയിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ചോദ്യങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരും ടേക്ക് G = 10 m/s². അതായത് നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി G ചിലപ്പോൾ 10 തരും. അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുക? 10 എടുക്കുക. ഇനി അതെല്ലാം നമുക്ക് തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. പ്രോബ്ലം ചെയ്യാനായിട്ട് G തന്നിട്ടില്ല എങ്കിൽ അത് G എത്ര എടുക്കണം? 9.8 m/s² എന്ന് പറയുന്ന വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് നമ്മൾ എടുക്കേണ്ട ഒരു വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ട അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് വിൽ ബി ദ വെയിറ്റ് ഓഫ് എൻ ആപ്പിൾ വൈൽ ഇറ്റ്സ് ഫാളിങ് ഫ്രം എ ട്രീ? ഒരു മരത്തിൽ നിന്ന് വീഴുന്ന സമയത്ത് ആപ്പിളിൻ്റെ ഭാരം എത്രയായിരിക്കും? ആപ്പിൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്.
ആ വീണുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആപ്പിളിന്റെ ഭാരം എത്രയാണ്? ചോദ്യം കേൾക്കുമ്പോൾ എന്തൊരു പൊട്ടത്തരം എന്ന് തോന്നും, പക്ഷെ അങ്ങനെയല്ല. ഇനി അവരെ മാറ്റുക, ഒരു ആപ്പിളിനെ മാറ്റുക, നമ്മൾ ഒരു ഉയരത്തിൽ നിന്ന് വീണുകൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഭാരം എത്ര ആയിരിക്കും? നമ്മുടെ ഭാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ആപ്പിളിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. എന്തുകൊണ്ടാണ് അത് 0 വന്നത്? ഈ ആപ്പിളിന്റെ ഭാരവും അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റു വസ്തുക്കളുടെ ഭാരവും വീണുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആണ്. കാരണം ആ സമയത്ത് വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അവർക്ക് ഉണ്ടായിരിക്കുക. വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്ന അവസ്ഥ ആ ഒരു ഫിനോമിനൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെ ആവുമ്പോൾ ആ വസ്തുക്കൾക്ക് ഭാരം അനുഭവപ്പെടുകയില്ല. ഗ്രാവിറ്റി അവരെ വലിക്കുകയാണ്, അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യില്ല? ഭാരം അനുഭവപ്പെട്ടില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ജിയുടെ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ശ്രദ്ധിക്കണം. നമുക്കൊരു പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കും, ഇവിടെ ചെയ്യും. അതായത് എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 ബൈ r². ഓക്കെ, ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 6.67 ഇൻറ്റു 10⁻⁻11 ആണ്. അത് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഈ ജി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഇനി അങ്ങനെ തന്നെ എടുത്താലും പ്രോബ്ലം ഇല്ല. നമ്മൾ ഈ വാല്യൂ നമുക്ക് തരും. ഇവിടെ m1 m2 എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണ്? m1 m2 എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഫോഴ്സ് ആണോ പറയുന്നത്, ആ വസ്തുക്കളുടെ ഭാരമാണ് m1 m2. r എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ബോഡീസ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ r എന്ന് കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ r-ന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അത് മാറിപ്പോകരുത്. പല കുട്ടികൾക്കും അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അത് സംഭവിക്കാതെ നോക്കുക. r-ന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ r-ന്റെ സ്ക്വയർ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മീറ്റർ ഒരു 10 മീറ്റർ ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ 100 ആണ് എടുക്കേണ്ടത്, കാരണം 10-ന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന പ്രോബ്ലങ്ങൾ ആൻസർ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് വരാം, ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ ഈ പറയുന്ന ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കുകയാണ്, ഈ ഒരു ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്തൊരു ക്ലാസ്സിൽ കാണാം. നമുക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അടുത്തൊരു ലൈവ് ക്ലാസ് കൂടി ഇനി വരുന്നുണ്ട്. നമുക്കതിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.